എം.എ. മുംതാസ് ടീച്ചറുടെ ഗുൽമോഹറിൻ ചാരെ എന്ന പുസ്തക പ്രകാശനം നടന്നു. ചടങ്ങിൽ പെരിങ്ങോമൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി.എം. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ എം.എൽ.എ. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പുസ്തക പ്രകാശന കർമ്മം ശ്രീ ടി. പത്മനാഭൻ നിർവഹിച്ചു. പുസ്തകം പ്രൊഫസർ ഇ. കുഞ്ഞിരാമൻ സ്വീകരിച്ചു. പുസ്തക പരിചയം ഡോക്ടർ ഇ. ശ്രീധരൻ നിർവഹിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായി ശ്രീ കൃഷ്ണാനന്ദ ഭാരതി സ്വാമിജിയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കലാരാഷ്ട്രീയ സാഹിത്യ മേഖലയിലെ പ്രമുഖരും സംസാരിച്ചു. ആദ്യമായൊരു പിറന്നാൾ ആഘോഷിച്ചത് പോത്താൻകണ്ട ആനന്ദ ഭവനത്തിൽ കൃഷ്ണാനന്ദ ഭാരതി നടത്തിയ ഒരു ചടങ്ങിലാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ പ്രണാമം. പിന്നെ കുഞ്ഞിരാമനെ അറിയാം വ്യക്തിപരമായി. മധുവേട്ടനെ എന്നേക്കാൾ പ്രായം കൂടുതലുള്ള ഒരാളാണ്. നിങ്ങളുടെ എം.എൽ.എ. ദീർഘകാലമായിട്ട് അറിയാം. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ടൈപ്പ് ചെയ്ത് അങ്ങനെ നല്ല നേരെ പ്രസിലേക്ക് അയച്ചാൽ ഒരു ഒന്നാം തരം ലേഖനമാകും. പള്ളിപ്പുള്ളി എല്ലാ പങ്ക്ച്വേഷൻസും ആ പ്രസംഗത്തിന്റെ നിർത്തലിലും കൂട്ടലിലും കുറുക്കിലും ഉണ്ടാകും. ഇന്നും അതുപോലെ തന്നെ. കുറേയായി ഞാൻ അദ്ദേഹത്തെ സംസാരിക്കാനുണ്ട്. ഞാൻ ക്ഷീണിതനായിട്ടൊന്നുമില്ല. ക്ഷീണിച്ചത് കൊണ്ടല്ല നിർത്താൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു 100 പൂക്കൾ വിരിയട്ടെ എന്ന്. മലയാള സാഹിത്യ ലോകത്ത് ശ്രീമതി മുംതാസിനും സ്ഥാനമുണ്ട്. ആ സ്ഥാനം കൂടുതൽ ഭദ്രമാക്കുവാൻ അവർ ഇനിയും മികച്ച ഗ്രന്ഥങ്ങൾ രചിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം മതിയാക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ബഹുമാനപ്പെട്ട എം.എൽ.എ. കൂടിയായ മധുവേട്ടൻ, പുസ്തകം പ്രകാശനം ചെയ്ത സാംസ്കാരിക കേരളത്തിന്റെ സൂര്യ തേജസ് എപ്പോഴും ഓർമ്മിക്കുന്ന, വിശേഷിപ്പിക്കുന്ന നമ്മളെല്ലാം സ്നേഹത്തോടെ ബഹുമാനത്തോടെ വിളിക്കുന്ന പപ്പേട്ടൻ മറ്റ് പുസ്തക പ്രകാശനത്തിനും മറ്റ് ആശംസകൾ അർപ്പിക്കുവാനും എന്നെത്തിയിരിക്കുന്ന എല്ലാവർക്കും വേദിയിലിരിക്കും മറ്റുള്ളവർ കടലിലെത്തുന്ന പോലെ ചിന്തയുണ്ടായി. ആ ചിന്ത വാക്കുകളായി, വാക്കുകൾ പിന്നെ വലുതായി വലുതായി മഹാസമുദ്രം എന്ന് പറയുന്ന സാഹിത്യത്തിന്റെ ഒരു സാഹിത്യഭാവത്തിന്റെ വലിയ തലത്തിലെത്തുന്ന വിശിഷ്ടമായ ഒരു പ്രക്രിയയാണ്. മുംതാസ് ടീച്ചറുടെ ഇതിനു മുൻപ് കിട്ടിയിരുന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പുസ്തക പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾ എത്ര പേര് 4 പുസ്തകം വായിച്ചിട്ടുണ്ട്? ഈ പ്രകാശിതമായിരിക്കുന്ന ഈ പുസ്തകം എനിക്ക് വായിക്കേണ്ട അവസരം കിട്ടി. വളരെ മനോഹരമായ തലത്തിൽ ചിന്തിച്ചെടുത്തുവാൻ പെരിങ്ങോ രാജ്യത്തുള്ള എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ചത്തുക്കുട്ടി നമസ്കാരം ആരും പറഞ്ഞു. കല്ലത്ത് മാസ്റ്റർ ഇരിക്കുന്നുണ്ട് ഇവിടെ. കല്ലത്ത് മാസ്റ്റർ കണ്ടിട്ട് നമസ്കാരം മാസ്റ്റർ. ആ പുസ്തകം കല്ലത്ത് മാസ്റ്റർ കാര്യം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് ഓർമ്മകൾ വന്നു. മാസ്റ്റർജിയെ പല രംഗത്ത്, പല സമയത്ത്, പല ഭാവത്തില് മാത്രം അവിടെ ഇവിടെ കണ്ട ഒരുപാട് കാര്യങ്ങൾ കുറച്ചു കാലമായി കാണാതിരിക്കുന്നതിന്റെ ഒരു വിഷമം കൂടെ ഉണ്ടായിപ്പോരുകയാണെങ്കിൽ അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റ് അധ്യാപകരുടെ കാര്യങ്ങൾ, ഈ സ്കൂളിന്റെ അന്തരീക്ഷത്തില് പഠന സൗകര്യത്തിന് ക്ലാസ്സുകൾ ക്രമീകരിക്കാൻ വയ്യാതിരുന്ന സമയത്ത് പല സമയങ്ങളിലായി പഠിച്ച ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ പരസ്യം കൊണ്ട് ജീപ്പ് പോകുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് എറിയുന്ന നോട്ടീസ് പെറുക്കിയെടുക്കാൻ ഓടുന്ന കുട്ടികള് പാല് വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ഒരു കുട്ടി ഉറക്കം വായിക്കുന്ന കേൾക്കുമ്പോൾ പഠിക്കുവാനുള്ള ആ ഒരു താല്പര്യം കൂടിയിട്ട് വളരെ വേഗം വീട്ടിലേക്ക് കടന്നു പോകുന്നത് അന്ന് മുംതാസ് ടീച്ചർക്ക് പഠിപ്പിച്ചിരിക്കുന്നത് ഉറക്കം വായിക്കണമെന്നാണ്.
ഉറക്കം വായിക്കണം. ഇതിപ്പം ഒരു പഠിക്കുന്ന ഏതെല്ലാം കുട്ടികൾ വീട്ടിലിരുന്ന് ഉറക്കം വായിക്കുന്നുണ്ട്. നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ നന്മകൾ എന്ന് പറയുമ്പോൾ ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല, നന്മ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. പുതിയ തലമുറയ്ക്ക് ഇന്ന് നിലനിൽക്കുന്ന തലമുറ നന്മ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് നന്മയിലേക്ക് എത്തിക്കാൻ വയ്യാത്തത്. പഴയ തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചെന്ന് വിചാരിച്ചിട്ട് മറ്റു പലരും നഷ്ടപ്പെടണമെന്നില്ല. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കണം. മഴ ചോരുന്ന വീട്ടിൽ മാത്രം താമസിക്കേണ്ട ആവശ്യമില്ല. അതിന് സൗകര്യമായി മറ്റു വിഷയങ്ങൾ വരുമ്പോൾ മഴ വെള്ളം വീഴാത്ത നല്ല വീട്ടിൽ താമസിക്കണം. ഒരുപാട് നല്ല അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന, വളരെ നല്ല തലത്തിൽ തന്നെ ആസ്വദിച്ച് അനുഭവിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ലിഖിതങ്ങളാണ് ഈ പുസ്തകത്തിൽ മുംതാസ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പാടില്ല. കാര്യം അതിന്റെ ഏതെല്ലാം വിശദമായ തരത്തിലുള്ള പുസ്തകത്തെ കുറിച്ചുള്ള പഠനം നടത്തി ബഹുമാനപ്പെട്ട ശ്രീധരൻ മാസ്റ്റർ നമ്മളോട് പറഞ്ഞു കാണിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പുസ്തകം വാങ്ങിക്കൊണ്ട് പോകണം. വാങ്ങിയാൽ പോലെ പുസ്തകം വായിക്കണം. വായന ഒരു വലിയ വിഷയമാണ്. വായിച്ചാൽ മാത്രമേ ഭാഷ നന്നാവുള്ളൂ. ഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. സംസാരിക്കാൻ സാധിച്ചെങ്കിൽ വ്യക്തിത്വം വളരുള്ളൂ. സംസാരശേഷി എപ്പോഴും ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പുസ്തക വായന ആവശ്യമാണ്. കുട്ടികൾ ഉറക്കെ വായിക്കണം. വീട്ടിൽ പാഠപുസ്തകം ഉറക്കെ വായിക്കാൻ ശീലിക്കുക തന്നെ വേണം. കുട്ടികൾ അത് ശീലിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം കുട്ടികളുണ്ടാകും. അവരെല്ലാം അങ്ങനെ ശീലിക്കാൻ പഠിക്കണം. ഏതായാലും ഇത്രയും മഹത്തായ ഒരു ചടങ്ങ്, ഇത്രയും പ്രാഗൽഭ്യമുള്ള സദസ് രണ്ടു വാക്ക് സംസാരിക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം. ക്രമം വിട്ട് ഒരു അത്യാവശ്യ കാര്യം കിടക്കുന്നുണ്ട്. എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഞാൻ പോയിട്ട് വരട്ടെ. എല്ലാവർക്കും സന്തോഷത്തില് വിശേഷിയ മുംതാസ് ടീച്ചർക്ക് ഇനി ഗ്രന്ഥങ്ങൾ എഴുതുവാനും അത് നമുക്കെല്ലാം പലതരത്തിലുള്ള അനുഭവ വിശേഷങ്ങൾ, അനുഭൂതിപ്രദമായ വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഇനി ഉണ്ടാവട്ടെ. അടുത്ത പുസ്തക പ്രകാശനം ഇതിൽ വ്യക്തമായ ഒരു സമയത്ത് നടത്തണമെന്നും അതിനെന്നെ വിളിക്കണമെന്നും കൂടെ അപേക്ഷിച്ചുകൊണ്ട് പോയിട്ട് വരട്ടെ. നമസ്കാരം. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമേ ഈ ഘട്ടത്തിൽ പറയണം എന്നാഗ്രഹിക്കുന്നു. മുംതാസിനെ പഠിപ്പിച്ച 95 കാലഘട്ടത്തിൽ സർസയെ പഠിപ്പിച്ച അധ്യാപകൻ നിലയിൽ വളരെ സന്തോഷവും ബഹുമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെ നേതാവ് കേട്ടി സബ്ദുള്ളയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മ വേണം. എന്റെ കൂടെ പഠിച്ച ഓവി വിജയനെ ഇവിടെ സദസ്സിരിക്കുന്നത്. മറ്റാരും പഠിപ്പിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മാഷയെന്നൊരു വിളി അവിടുന്ന് വരുമായിരുന്നു. റോസ് മാത്രം പോലെ വലിയ വാസനയില്ലാത്ത പുഷ്പങ്ങൾക്കും നമ്മുടെ തോട്ടത്തിൽ സ്ഥാനമുണ്ടായിരിക്കണം, സ്ഥാനമുണ്ടാകും. ഞാനിത് പറയാൻ കാരണം ഇന്നത്തെ ഇപ്പോൾ ഇവിടെ പ്രകാശിതമായ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീമതി മുംതാസ് എഴുതിയ 2 കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. രണ്ടും കവിതയാണ്. അവരുടെ കാശ്മീരിലൂടെയുള്ള യാത്രാ വിവരണം ഞാൻ വായിച്ചിട്ടില്ല. ഞാനും കാശ്മീരിൽ പോയിട്ടുണ്ട്. അവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും, കൊച്ചു പട്ടണങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. എൻ്റെ 23-ാം വയസ്സിലായിരുന്നു അത്. ഞാൻ മദ്രാസിൽ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് പോയത്. പക്ഷേ ഞാൻ യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ പ്രകാശിതമായ കൃതി അത് ഞാൻ വായിച്ചു. അതൊരു ആത്മകഥയേ അല്ല. അവരും പറയുന്നില്ല അത് ആത്മകഥയാണ് എന്ന്. അത്
കൊച്ചു കൊച്ചു ഓർമ്മക്കുറിപ്പുകൾ മാത്രമാണ്. ഓർമ്മക്കുറിപ്പുകൾക്കും സാഹിത്യത്തിൽ, ഭാഷയിൽ സ്ഥാനമുണ്ട്. അതിലെ പല രംഗങ്ങളും വായിച്ചപ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കുട്ടിക്കാലവുമായി ആ അനുഭവങ്ങളെ തുലനം ചെയ്തു പോവുകയുണ്ടായി. ഒരു രംഗം ഞാൻ പറയാം. അമ്പലത്തിലെ ഉത്സവ സമയത്ത് സ്ഥിരമായി അവിടെ കെട്ടിയുണ്ടാക്കുന്ന താൽക്കാലിക ചന്തകൾ, അവിടെ കിട്ടുന്ന സാധനങ്ങൾ ഒരു ഗ്രാമീണ ഭൂപ്രദേശത്താണ്. അവിടെ പോയി ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങണം. തനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി വേണ്ടിയാണ്. അടിസ്ഥാനത്തിലായിരിക്കാം ഈ പുസ്തകവും മാഷ് തന്നെ പരിചയപ്പെടുത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുക എന്ന് ഞാൻ വിചാരിച്ചു. പുസ്തകം 2 ദിവസം മുമ്പേ കയ്യിൽ കിട്ടിയപ്പോഴാണ് അത് കവിതയല്ല, മറിച്ച് അത് ഓർമ്മയുടെ സുന്ദരമായ ആലേഖനമാണ് എന്നെനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഓർമ്മകളെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ. ഓർമ്മകളെ കുറിച്ച് എഴുതുക എന്ന് പറയുന്നത് ഒരുപക്ഷെ എഴുത്തുകാരല്ലാത്തവർക്കും ഇഷ്ടമുള്ള വിനോദമാണ്. ഓർമ്മകളെ കുറിച്ച് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ എഴുതി പോകുന്നത് ബാല്യകാലത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചുമാണ്. പട്ടിണി ഇരുത്തിക്കൊണ്ട് ഞാനൊന്നും പറയുകയല്ല. സിനിമ കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും വായിച്ചത് ആ കഥയാണ്. ആ കഥയുടെ അത്രയും സൗന്ദര്യം കണ്ടതിൽ നല്ല കിട്ടിയത് വായിച്ചതിന്. ഈ വയസ്സുള്ള മനുഷ്യൻ, നിങ്ങളെല്ലാവരും പോയി വീണ്ടും ഒരിക്കൽ കൂടി വായിക്കേണ്ട ഒരു കഥയാണ് മരയ എന്ന് പറയുന്ന കഥ. പല കന്യാസ്ത്രീ മഠങ്ങളിലും ചെല്ലുമ്പോൾ ഞാൻ പരതുന്ന ഒരു രൂപം മരയെപ്പോലെയുള്ളൊരു കന്യാസ്ത്രീയുടെ രൂപമാണ്. പ്രണയത്തിന്റെ എത്രമാത്രം ഹൃദയവർണ്ണങ്ങളാണ് ആ കഥ അവസാനത്തെ അതിൻ്റെ ഒരു വരിയിൽ നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെടും. മലയാളത്ത് സ്കൂളിൽ അതിലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പോയി അവിടെ നിന്ന് ആ ഹെഡ് മിസ്ട്രസിനോട് സംസാരിക്കുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള സിനിമയിലെ ഭാവവും അതിലെ കഥാപാത്രങ്ങളും എല്ലാമാണ് എൻ്റെ മനസ്സിൽ വന്ന് നിറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കഥാകൃത്തിനോട് ആ സിസ്റ്റർ പറയുന്നത് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട് എന്നാണ്. കുമാരനാശനെ വായിക്കുന്ന ഒരു കന്യാസ്ത്രീയെ കുറിച്ച്, പുതിയ കഥകൾ അറിയുന്ന ഒരാളെ കുറിച്ച്. അവസാനം അത്ഭുതപ്പെടുത്തുന്ന നിലയിലാണ് അവസാനത്തെ ഒരു ഭാഗം നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ് പ്രായത്തിന്റെ എല്ലാം അപ്പുറത്തൊരു നമ്മുടെ എല്ലാം മനസ്സിൽ പ്രണയത്തിന്റെ മഹാ അനുഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരെഴുത്താണ്. അത് തൻ്റെ അനുഭവങ്ങളും ഭാവനയും ചേർന്ന് വന്നു നിറയുന്ന ഒരു എഴുത്താണ്. ഇതൊരെഴുത്തിന്റെ മറ്റൊരു വഴിയാണ്. നിരവധി ആളുകളുടെ എഴുത്തുകൾ നമ്മുടെ മുന്നിലുണ്ട്. പപ്പാട്ടിന് ഇന്നലെ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഇന്നത്തെ പത്രത്തിലുണ്ട്. ലോകപ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരൊക്കെ അടയാളപ്പെടുത്തുന്നത് അവരുടെ ചിലപ്പോൾ ഒരു കൃതിയെ കൊണ്ട് തന്നെയായിരിക്കും. എം മുകുന്ദനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയിട്ടുള്ള എം മുകുന്ദൻ എന്നാണ് പറയുക. നമ്മൾ യുദ്ധവും സമാധാനവും എഴുതിയിട്ടുള്ള, അതല്ലെങ്കിൽ അതുപോലെ ഓരോ
എത്രയോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒന്നാണ് ഒരു ഇത്രയും മൂല്യമുള്ള ഒരു രത്നം പോലെ നമ്മുടെ മുന്നിൽ തിളങ്ങി നിൽക്കുന്നത് എന്ന് ജീവിതയാത്രയുടെ വളരെ ചെറുപ്പം മുതൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ, പല രീതിയിലുള്ള ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും തുറന്നെഴുതാൻ പറ്റില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ചിലപ്പോൾ പലരും എഴുതിയിട്ടുള്ള ആത്മകഥ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ എല്ലാം അങ്ങനെ എഴുതാൻ പറ്റില്ല. എഴുതുന്നത് ഒരു നല്ല അനർഹളമായി തടസ്സമില്ലാതെ നമുക്ക് ഹൃദ്യമാവുന്ന നിലയിൽ ഉള്ള അനുഭവങ്ങൾ മുംതാസ് ടീച്ചർ എഴുതിയിട്ടുണ്ട്. അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ കൂട്ടത്തിലുള്ള ഒരാള് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പുസ്തകത്തെ കുറിച്ച് പറയുന്നത് നല്ലതാണ്. അദ്ദേഹം ഉണ്ട് എന്നുള്ളതുകൊണ്ട് കല്ലത്ത് കന്നാര മാഷ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ തട്ടിയെടുത്തിട്ടുള്ള ഒരു പുസ്തകം ഐ വാസ് ഹിറ്റ്ലേഴ്സ്